ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ കോഴിക്കോട് ലുലു മാളിലാണ് കേട്ടോ. ഞാൻ ഇതുവരെ ലുലു മാൾ വന്നിട്ടില്ല. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഞാൻ എസ്കലേറ്ററിൽ മേലേക്ക് കയറി. ഇപ്പം ഞാൻ നൈറ്റിലാണല്ലോ വന്നത്. അപ്പം ഇതിൻ്റെ താഴെ തന്നെ ഒരു സ്റ്റോറുണ്ട്. പക്ഷേ അവിടെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ആണ്. ഞാനാണെങ്കിൽ ബാക്ക് ടു സ്കൂൾ പർച്ചേസ് ഒക്കെ ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകണ്ട. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തുള്ളി കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കലേറ്റർ കയറാനാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എസ്കലേറ്റർ കയറാൻ എൻ്റെ അനിയനാണെങ്കിൽ കരയാണ്, കാരണം അവന് പാല് കുടിക്കാനുള്ള സമയം ഇട്ടുണ്ട്. ഞാനിപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു പാവയിൽ ഇരിക്കുന്ന സംഭവത്തിലായിരുന്നു പോയത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു കാർഡ് കിട്ടും ഇവിടുന്ന്. അപ്പം അത് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടോയ്സൊക്കെ കിട്ടുള്ളൂ. അപ്പം അച്ഛനും ഞാനും അമ്മയും ഒക്കെ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കാർഡൊക്കെ വാങ്ങി. ഞങ്ങൾക്കാണെങ്കിൽ അന്നേരം 2 കളർ ചെയ്യുന്ന കളിക്കുടുക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങി. ഞാൻ ആദ്യം നോക്കിയത് ഈ ഒരു സംഭവമാണ്. വെച്ചാൽ ഈ പാവേനിങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ട് പാവേനിങ്ങനെ എടുക്കുന്ന സംഭവമായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് നോക്കി. അനിയത്തിക്കാണ് ദേഷ്യം പിടിക്കുന്നത്, കാരണം അവൾ 15 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവളിപ്പോൾ പിണങ്ങി നിൽക്കുകയാണ്. അതൊക്കെ ചീത്ത പറയുന്നുണ്ട്. അവൾ എടുക്കടാത് എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അപ്പം ഈ ചേച്ചിയായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അവൾ പിണങ്ങി നിൽക്കുകയാണ്, അതൊന്നും കിട്ടാത്തതുകൊണ്ട്. ചേച്ചി കുറേ ട്രൈ ചെയ്ത് നോക്കി. അവസാനം ഞങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചത് താഴെ പോയി. അവളെ പിണക്കം മാറ്റാൻ ഞങ്ങൾ ഈ ഒരു ചെറിയ തീവണ്ടി പോലത്തെ എന്തോ സംഭവം ഉണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെ പോലത്തെ, അതിൻ്റെ കേസ്. അപ്പോൾ അവളെ പിണക്കവും മാറി. പക്ഷേ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്തു. പക്ഷേ എന്തായി, പാളിപ്പോയി. അള്ളക്ക് എനിക്ക് കിട്ടിയില്ല. അവളെ എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി കിട്ടിയോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അവൾ പിണക്കം മാറിയിട്ടുണ്ട്, പക്ഷെ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. അതിൽ നിന്ന് ഇറങ്ങി പിന്നെ അവൾ ഒന്നും കൂടി ട്രൈ ചെയ്യണമെന്ന് പറയും. ലാസ്റ്റ് ഞങ്ങൾ ഒന്ന് ട്രൈ നോക്കി. അത് പൊങ്ങി വരുമ്പോഴും അത് താഴെപ്പോയി. അവസാനം ഞങ്ങൾ അത് മതിയാക്കി. ഞങ്ങൾ വേറൊരു ഇതിൽ പോയി. ട്രെയിന് പോലത്തെ സംഭവമാണ് ഇത്. അപ്പം എനിക്ക് എൻ്റെ ഹൈറ്റ് പറ്റില്ല, കാരണം ഞാൻ കുറച്ച് വലുതായില്ലേ. അവൾക്കാണ് പറ്റിയത്. അവളാണെങ്കിൽ വലിയ ഡ്രൈവറെ പോലെയൊക്കെയാണ് അവൾ കാണിക്കുന്നത്. ഞാനൊന്നും വേണ്ടുന്നില്ല, അവൾ വലിയ ഡ്രൈവറെ പോലെയൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് പറ്റിയത് ഈ ഒരു ബാസ്കറ്റ് ബോളൊന്നും ഇതാണ്. ഞാൻ എറിഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ല. അച്ഛൻ എറിഞ്ഞപ്പോഴാണ് കൂടുതൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. അനിയത്തി എറിയുന്നുണ്ട്, പക്ഷേ ഫുള്ള് ഗ്ലാസ്സിനാണ് കിട്ടുന്നത്. ഞാൻ എറിഞ്ഞെറിഞ്ഞ് കളിക്കുന്നതാണല്ലോ, പക്ഷേ കിട്ടുന്നില്ല. അത് മതിയായി പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ട്രൈ ചെയ്ത് അവസാനം അതൊന്നും കിട്ടില്ല. അച്ഛനാണ് കൂടുതൽ കിട്ടിയത്. എനിക്കും അമ്മയ്ക്കും ഒന്നും കിട്ടിയില്ല. ഇങ്ങനെയാണെങ്കിൽ ഉറങ്ങിപ്പോയി കേട്ടോ. അത് മതിയായി ഞങ്ങൾ പിന്നെ വേറെന്തോ സംഭവത്തിൽ പോയി. ഞാനാണെങ്കിൽ ഇങ്ങനെ എറിയാനൊക്കെ നോക്കുകയാണ്. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത് അത് എറിയാനല്ല, ഇങ്ങനെ വിട്ടിടാൻ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനിങ്ങനെ നോക്കുകയാണെങ്കിൽ വരുന്നുണ്ടോ എന്ന്. അനിയത്തിക്ക് കളിക്കണം എന്ന് പറയുന്നുണ്ട്. അവൾ കളിച്ച് ഓളും ഇങ്ങനെ എറിയാനാണ് നോക്കുന്നത്. പക്ഷേ അച്ഛൻ എറിഞ്ഞു കൊടുത്തു. അന്നേരം പിന്നെ ഓൾ എന്നോട് കൂടെ നോക്കുക, ബോൾ വരുന്നുണ്ടോ എന്ന്. ബോൾ പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ എറിഞ്ഞ് അത് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കൊള്ളുന്നുണ്ട് കുറച്ച്. ഓൾ എറിയുന്നതൊക്കെ വേറെ സൈഡിലേക്ക് കൂടിയൊക്കെയാണ് പോകുന്നത്. അത് മതിയെ ഞങ്ങൾ പിന്നെ വേറെ ഏതോ ഒരു റൈഡിൽ കയറി. ഇതിങ്ങനെ അടിക്കുമല്ലോ ഇതിൻ്റെ തല, പക്ഷെ റെഡ് അടിച്ചാൽ ഞങ്ങൾ തോന്നും. ഞാൻ കുറേ ഒക്കെ അടിച്ചു, പക്ഷേ അവസാനം എനിക്ക് കുറേ കൂറൊക്കെ കിട്ടി. പക്ഷേ റെഡ് അടിച്ചു പോയി അവസാനം. അത് പോയി. പിന്നെ ഓക്ക് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്ക് കൊടുത്ത് ഓളും ട്രൈ ചെയ്തു. ഓളാണ് മെല്ലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കയറിയത് ഈ ഒരു സംഭവത്തിലാണ്. ഇത് റൈഡാണ്, കുതിര. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പോയപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ ആദ്യമായിട്ടാണ് തോന്നി ഇത് കയറുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആദ്യം കളിക്കുമ്പോഴത്തേക്ക് പൊങ്ങിപ്പോയി. ഞാൻ പേടിച്ചു പോയി. അനിയത്തിയാണെങ്കിലും ഒരു കുഴപ്പമില്ല, അവൾ അവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോയത് ഈ ഒരു കാറിലാണ്. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈഡ്. ഇതിങ്ങനെ തുള്ളിക്കളിക്കുകയായിരുന്നു. അനിയത്തിക്ക് പേടി, അവളെന്തൊക്കെയോ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ വണ്ടി എടുക്കുന്നത് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ റീൽസിങ് തോന്നുന്നു. ഞാൻ വണ്ടി എടുത്തു. ഞങ്ങൾ 2 ആളും കൂടിയാണ് ഇത് ചെയ്തത്. പിന്നെ ഞങ്ങൾ മാജിക് ഐറ്റമോ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണ്.
ഞാൻ പറഞ്ഞു കൊടുത്തു, പക്ഷേ കിട്ടിയില്ല. അച്ഛനാണ് കൂടുതലും കിട്ടുന്നത്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ റെഡിയാക്കും. ഇതായിരുന്നു ഗൈസ് ഏറ്റവും ടഫ് ഗൈസ്. കുറേ കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും പോയി. അങ്ങനെ ഞാൻ കയറിയത് ഈ ഒരു തിയേറ്റർ പോലത്തെ ഒരു സംഭവം. ഇതിൽ കണ്ണാടി വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു 3D വൈബ് ഉണ്ടാവും. പക്ഷേ അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ, കുഞ്ഞനുള്ളതല്ലേ. അതുകൊണ്ട് അമ്മ പുറത്തിരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇവിടെ പുറത്തൊന്നും കുറേ ടോയ്സ്, കാറൊക്കെ ഉള്ളത് ഉണ്ട്. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസാണ്, ഐസ്ക്രീം കൂടുതലുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ കയറിയത് ഈ ഒരു ബൈക്കിലാണ്. ഇത് അനിയത്തിക്ക് ഇച്ചിരി പേടിയാവും, എന്തൊക്കെയോ കേൾക്കുകയാണ്. ഞാനും ബൈക്കിൽ കയറിയിട്ടുണ്ട്. മറ്റേത് ഞങ്ങൾ ഒരുമിച്ചല്ലേ കയറിയത്. ഇത് കൊച്ചക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചക്കിൽ കയറി. പിന്നെ ഞാൻ വേറൊരു ടൈപ്പ് എന്ത് കാറെന്ന് മനസ്സിലാവില്ല, എന്തൊരു കാറിൽ അതിലും ഒറ്റയ്ക്ക് കയറണം എന്ന് പറഞ്ഞ് അതിലും കയറി. പക്ഷേ അതിൽ ഓൾ 5 അടിച്ചു, ഞാൻ 6 പോയി. പക്ഷേ കുഴപ്പമില്ല, ഓളെന്നൊക്കെ കളിക്കുന്നുണ്ട്, തലയിട്ട് മാത്രമേ കളിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും തരാൻ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വേറൊരു റൈഡ് കയറുന്നു. ഒരു എന്താ പറയുക, ഒരു ജംഗിൾ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതിന് ഞങ്ങൾ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഓളൊറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ, ഓൾക്ക് പോകണ്ടെന്ന് പറഞ്ഞു ഒറ്റയ്ക്ക്. അപ്പം ഞങ്ങൾ ലിഫ്റ്റിലാണ്. ഇതൊരു ഗ്ലാസിൻ്റെ ലിഫ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗ്ലാസിൻ്റെ ലിഫ്റ്റ് കയറുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. പുറത്തൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനില്ല, കാരണം ഞങ്ങളെല്ലാം വാങ്ങിയതല്ലേ. പക്ഷേ എന്നാലും ഒന്ന് കയറി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അച്ഛനാണെങ്കിൽ മുമ്പോട്ട് പോയത്, അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഓളെ അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇരിപ്പിച്ചിട്ട് ഞങ്ങൾ കഥ പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓളെ ഇറക്കി വിട്ടാൽ ഓളെ ഇറങ്ങി ഓടിക്കളയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഓളെ ഇറക്കാത്തത്. ഇപ്പം നൈറ്റാണ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലായിരുന്നു. അപ്പം നൈറ്റ് ആയതുകൊണ്ട് ഞാൻ തിരിച്ച് പോവുകയാണ് കേട്ടോ. ബൈ ബൈ.